കേവലം ഒരു കേന്ദ്ര സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബദലാവുന്നതിനെക്കുറിച്ചും ബി ജെ പി സർക്കാരിന് ഒരു അന്ത്യമുണ്ടാകുമോ എന്ന തരത്തിൽ പല ചർച്ചകൾ വരുന്നു. കരശ്ശേരി മാഷാണ് എന്നോടൊപ്പം ചേരുന്നത്. മാഷ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ മുന്നണിയുടെ ഒരു സാധ്യതയെക്കുറിച്ചാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. എനിക്ക് ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാവിയെക്കുറിച്ച് പറയുന്നതിനൊക്കെ അപ്പുറത്തും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ സംഘടനാപരമായിട്ട് ശോഷിച്ചു നിൽക്കുന്നു, പല സംസ്ഥാനങ്ങളിലും അധികാരമില്ല. അപ്പോൾ കോൺഗ്രസ് എങ്ങനെ തിരിച്ചു വരും എന്നതിനെക്കുറിച്ചാണ് ആളുകൾക്ക് ആഗ്രഹിക്കുന്നൊരു സാധനം. എങ്ങനെ തിരിച്ചു വരും കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഒരിക്കലും കോൺഗ്രസ്സുകാരനായിരുന്നിട്ടില്ല. ഞാൻ കോൺഗ്രസ്സുകാരൻ്റെ മകനായിട്ട് ജനിച്ചു വളർന്നതാണ്. മാതൃഭൂമി ഒരു കോൺഗ്രസ് പത്രമായിരുന്നപ്പോൾ അതിൽ ഒരു പത്രപ്രവർത്തകനായിരുന്ന ആളാണ്. ഇതൊക്കെ ആണെങ്കിലും ഞാൻ എന്നും കോൺഗ്രസിൻ്റെ വിമർശകനായിരുന്നു. അതിൽ പ്രധാന കാര്യം അടിയന്തരാവസ്ഥ, അങ്ങനെ പലതും. പക്ഷേ ഈ പരിസ്ഥിതിയിൽ ഞാനടക്കമുള്ള അനേകം ആളുകൾ കോൺഗ്രസ് തിരിച്ചു വരണം. അപ്പോൾ എങ്ങനെ വരണം? ഒന്നുകിൽ ഭരണകക്ഷിയായിട്ട് വരണം, ചുരുങ്ങിയത് പ്രതിപക്ഷത്തൊരു ശക്തമായ പ്രതിപക്ഷമായിട്ടെങ്കിലും കോൺഗ്രസ് ഉണ്ടാവണമെന്ന് എന്നെപ്പോലെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധി 1924 കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 34 അദ്ദേഹം രാജിവെച്ചിട്ടും കോൺഗ്രസിൻ്റെ നേതാവ് ഗാന്ധി തന്നെയായിരുന്നു. അപ്പോൾ ജനങ്ങൾ ഗാന്ധി പറഞ്ഞേ കേൾക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം 47 അദ്ദേഹത്തിന് മനസ്സിലായി ഈ പാരമ്പര്യവും ചരിത്രവും ഒക്കെ വെച്ച് കോൺഗ്രസ് ഭരണത്തിൽ വരും. ഭരണത്തിൽ വരുമ്പോൾ കോൺഗ്രസ്സിന് പണ്ട് നൽകിയ ത്യാഗമുണ്ടല്ലോ, അതിൻ്റെ വില കിട്ടേണ്ടി വരും ഇവർക്കപ്പോൾ അധികാരം, പണം, സുഖഭോഗങ്ങൾ, അഴിമതി, അങ്ങനെ ഒരുപാട് ഗാന്ധിയൊക്കെ കണ്ടു. അപ്പോൾ ഗാന്ധി കോൺഗ്രസ് പിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ലോകസേവാ സംഘം എന്നൊരു സാധനം രൂപീകരിക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ അധികാര സമ്പാദനം ഇല്ലാതെ തന്നെ സാമൂഹ്യ പരിഷ്കരണം, സാമുദായിക നവോത്ഥാനം, കൃഷിക്കാരെ സംരക്ഷിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ അവസാനത്തെ ദിവസം കൂടി ഗാന്ധി അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയായിരുന്നു. ഗാന്ധി ഭയന്ന സംഭവം സംഭവിച്ചെന്നുള്ള, ഗാന്ധി എന്തിനാണോ പേടിച്ചത് അത് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായെന്നുള്ള സംഭവിച്ചു. ഇപ്പോൾ 1947 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, പണ്ഡിതൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, നൊബേൽ സമ്മാനം കിട്ടിയ വലിയ യോഗ്യൻ, അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെതിരായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്ത്യക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കൊടുക്കരുത്. എന്താ കാരണം? അവർ കള്ളന്മാരും തെമ്മാടികളും കവർച്ചക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ ആ അധികാരം ചെന്നെത്തും, അവിടുത്തെ നേതാക്കന്മാരൊക്കെ കാര്യപ്രാപ്തി ഇല്ലാത്തവരാണെന്നാണ് ചർച്ചിൽ അന്ന് പറഞ്ഞതും ഗാന്ധി പേടിച്ചു. ഒന്നും കോൺഗ്രസിൻ്റെ തകർച്ച തുടങ്ങിയത് എവിടെയായിരിക്കും? കോൺഗ്രസ് തകരാൻ തുടങ്ങിയത് എൻ്റെ കണക്കിന് ഇന്ദിരാഗാന്ധിയോട് കൂടിയാണ്. നെഹ്റുവിന് ശേഷം അല്ല, നെഹ്റുവിന് ശേഷം ശാസ്ത്രി ഉണ്ടായിരുന്നു. നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്, നെഹ്റു ഒരിക്കലും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ കൊണ്ടുവന്നിട്ടില്ല. നെഹ്റു ഇരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ വലിയ പോസ്റ്റ് എന്താണ്? ACC പ്രസിഡന്റാന്നുള്ള. അവരാദ്യമായിട്ട് അധികാരത്തിൽ വരുന്നപ്പോഴാണ് ശാസ്ത്രി പ്രധാനമന്ത്രി ആവുമ്പോഴാണ്. ശാസ്ത്രി വരുമ്പം തന്നെ നെഹ്റുവിന് ശേഷം ഇന്ദിര എന്നുള്ളൊരു അഭിപ്രായം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അല്ല, അതെപ്പോഴും നമ്മുടെ നാട്ടിലുള്ളതാണ്. അത് നമുക്ക് രാജാധിപത്യം മനസ്സിലാവുള്ളൂ. രാജാവിൻ്റെ മകൻ രാജാവ്, പ്രധാനമന്ത്രിയുടെ മകൻ അല്ലെ മകൾ പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി ആദ്യം പേരെഴുതുന്നത് എങ്ങനെ അറിയോ? ഇന്ദിരാഗാന്ധി നെഹ്റു എന്നാണ്, രണ്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റിലുള്ളത് ഗാന്ധിക്കാണെന്ന് മനസ്സിലാക്കി. ഞാൻ മാതൃഭൂമിയിൽ ഇരിക്കുമ്പോൾ എനിക്കത് അറിഞ്ഞൂടായിരുന്നു. റിസൾട്ട് വരികയാണ്, PTI ക്ഷമിക്കണം, സമാചാരം അടിക്കുകയാണ്. അപ്പോൾ ഇന്ദിരാ നെഹ്റു ഗാന്ധി, ഇതെന്താണ്? അപ്പോൾ എന്നോട് എൻ്റെ സീനിയർ ശ്രീകുമാരൻ പറഞ്ഞു, എടോ അങ്ങനെയാണ് അമ്മയുടെ ഇതിലെ പേര്, ഇത് വോട്ടേഴ്സ് ലിസ്റ്റിൽ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, അതാണ് വളരെ ശക്തിയായിരുന്ന ഒരാളാണ്, പല കൊള്ളാവുന്ന പണികളും ചെയ്ത ആളാണ്. അപ്പോൾ 69 അവർ ബാങ്ക് ദേശാൽക്കരിച്ചു, 69 അവർ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന PV നിർത്തലാക്കി. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാശ്മീരിലെ പ്രധാനമന്ത്രി പദം അത് ചെയ്തിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ അവർ ഈ അധികാരത്തിൻ്റെ ഏകീകരണം എന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ, അപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ ഗുണം എന്താണ്? പ്രധാനമന്ത്രി ഉണ്ടാവും, പാർട്ടി പ്രസിഡന്റ് ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറയാം, എന്താ വേഗം മനസ്സിലാവും. മുഖ്യമന്ത്രിയാണ് കരുണാകരൻ, ആൻ്റണി പാർട്ടിക്കകത്ത് പ്രതിപക്ഷമാണ്. അപ്പോൾ
കോൺഗ്രസ് ഗവൺമെന്റിന് തിരുത്താൻ അന്നൊന്നും വലിയ പ്രതിപക്ഷമല്ല. ഇപ്പം AKG പ്രതിപക്ഷ നേതാവായിരുമ്പോൾ പ്രതിപക്ഷം എത്ര ആളുള്ളത് അറിയാം? 18 ആളാണുള്ളത്. ഔദ്യോഗിക പ്രതിപക്ഷമല്ല, അല്ല 18 ആളാണുള്ളത് ഇവരെ. അപ്പൊ ഇവർക്ക് തിരുത്തൽ വരുന്ന എവിടുന്നാ? പാർട്ടിക്കുള്ളിൽ നിന്നാ. അത് കോൺഗ്രസിന്റെ ഗുണവും ദോഷവുമാണ്. ഇന്ദിരാഗാന്ധി ആദ്യം പാർട്ടിയെ പിടിച്ചു, അല്ല അവർ രണ്ടും ഒന്നിച്ച് കയ്യിലാക്കി. ഇവിടെ എപ്പോഴും അങ്ങനെ ആയിട്ടില്ല. അതായത് കോൺഗ്രസിന്റെ ഗവൺമെന്റും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനവും രണ്ടാണ്. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? അവരുടെ ഇറാൻ മൂളികളെ, അവരുടെ സേവകന്മാരെ, അവരുടെ കൃത്യമായിട്ടുള്ള യെസ്മന്മാരുണ്ടല്ലോ, അവരെയാണ് പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്തും വെച്ചത്, അവരുടെ സിൻഡിക്കേറ്റ്. ഈ അധികാരപ്രമത്തരായ കോൺഗ്രസ്സുകാരുടെ പിന്മുറക്കാർ തന്നെയായിരിക്കണം ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് പല കോൺഗ്രസ്സുകാരും BJPയിലേക്ക്. അധികാരം എവിടെ? അവർക്ക് മൂല്യങ്ങളില്ല, ആദർശങ്ങളില്ല, ആശയങ്ങളില്ല. എന്തേ ഉള്ളൂ? അധികാരമോഹം മാത്രമേ ഉള്ളൂ. ഈ മൂല്യങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് കോൺഗ്രസ്സുകാർ ആദ്യം. അല്ല, ഏത് പാർട്ടിയും അതിൻ്റെ ഉള്ളു പൊള്ളയായി കഴിഞ്ഞു. രഞ്ജിത്ത്, സത്യമില്ല, സത്യാനന്തര കാലം എന്ന് പറയും. സത്യാനന്തര കാലം എന്ന് വെച്ചാൽ നിങ്ങൾ സത്യം വേണ്ട, കള്ളം പറയാം. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു MP, ഒരു MLA അദ്ദേഹം പറഞ്ഞുകൊണ്ട് അത് സത്യം നിങ്ങൾ പറയൂ? ഇല്ലല്ലോ. നമ്മുടെ കൺമുമ്പിൽ ഒരു കള്ളം പറയണം. ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ ബസ് പോകുമ്പോൾ ആ ബസ്സിൻ്റെ മുമ്പിലേക്ക് കരിങ്കൊടിയായിട്ട് ചാടുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമാനും പോലീസും DYFIക്കാരും SFIക്കാരും അടിക്കുന്നു. അതിനെപ്പറ്റി നമ്മുടെ മുഖ്യമന്ത്രി നമ്മോട് പറയാണ്, അവർ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയാണ്. ഇത്ര ചെറിയ കാര്യത്തിൽ പോലും ഇത്ര കളവ് പറയാൻ നമ്മുടെ ഒരു നേതാവിനും, അതിപ്പം പ്രതിപക്ഷക്കാർ ഭേദമാണോ? അല്ല. അവർ രാഷ്ട്രീയം മുഴുവൻ അങ്ങനെ ജീർണിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളുറക്കുത്തി കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ വളരെ പ്രത്യക്ഷമായിട്ട് നമ്മളിപ്പോൾ 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ മൂല്യമുള്ള രാഷ്ട്രീയം തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രതീക്ഷയാണോ ശരിക്കും പറഞ്ഞത്? രാഹുൽ ഗാന്ധി പ്രതീക്ഷയാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്താ കാരണം വെച്ചാൽ എവിടേക്കും ഇപ്പോൾ ഒരു നേതാവില്ല. കോൺഗ്രസിൻ്റെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ, കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞാൽ ആരാ? പാർട്ടിക്കാരെയും പാർട്ടിക്കാരല്ലാത്തവരെയും നിരീക്ഷകന്മാരെയും ഒക്കെ പ്രചോദിപ്പിക്കണം. ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ആ പ്രചോദനമുണ്ട്. ഇന്ദിരാഗാന്ധിക്കുണ്ട്. അതെല്ലാവരും ഇല്ല. അവരൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ ചീത്തയായി. എനിക്ക് പറയാൻ വളരെ സങ്കടമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമായിരുന്നു. അതായത് ഒരു ബ്രാഹ്മണ വിധവകൾ അശുഭമാണ്, മംഗളകർമ്മത്തിന് അവരെ പറ്റില്ല എന്നുള്ള അന്ധവിശ്വാസം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഒരു ബ്രാഹ്മണ വിധവ വന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുകയാണ്. പക്ഷെ അപ്പോൾ ഇന്നിപ്പോൾ കാണുന്ന ഈ RSSൻ്റെ ഒക്കെ കളി ആരാ കൊണ്ടുവരുന്നത്? ആ അടിയന്തരാവസ്ഥൻ്റെ ആയിട്ടാണല്ലോ RSS ശക്തിപ്പെട്ടത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. അന്ന് അവർ ഇവിടുത്തെ കുറച്ച് സോഷ്യലിസ്റ്റുകാരോ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഏറ്റവും അധികം അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ച ആരാണ്? RSS ആണ്. പിന്നീട് 1977 JP-യുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് പ്രവേശനം കിട്ടി. RSS അങ്ങനെയാണ് അവർക്ക് ആദ്യമായിട്ട് അവർ അധികാരത്തിൽ വരുന്നതും അവർക്ക് ഈ ദൃശ്യത വരുന്നതും അവർക്ക് പിന്നെ മാന്യത വരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ജീർണതയ്ക്ക് കാരണമൊരുക്കിയെന്നാണ് എൻ്റെ നിരീക്ഷണം. അവിടെ നിന്ന് നമുക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ തിരിച്ചുവരവ് വളരെ മെച്ചപ്പെടുന്നുണ്ട്. ഒരു 10 കൊല്ലം മുമ്പുള്ള രാഹുൽ ഗാന്ധി അല്ല ഇപ്പോഴുള്ള രാഹുൽ ഗാന്ധി. ഈ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി അതൊക്കെ നടക്കുക. അപ്പോൾ 7000 മൈൽ നടന്നിട്ടുണ്ട് വിനോബ ഭാവെ, ഭൂദാൻ പ്രസ്ഥാനം. 7000 മൈൽ അത് ആർന്ന് കയറിയിട്ടല്ല, നടക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. നടക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ സത്യം പാലിക്കുന്ന ആളുകളാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് പകരം പല ചർച്ചയും നടക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്നാൽ ആര് നേതാവെന്ന് ഇപ്പോൾ മാഷ് നേരത്തെ ചോദിച്ചൊരു ചോദ്യം തന്നെ. നേതാവില്ലാണ്ട് കോൺഗ്രസിന് തിരിച്ചു വരവില്ലല്ലോ, ഒരു പാർട്ടിക്കും ഇല്ല. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപൂജ അല്ല ഞാൻ പറഞ്ഞത്, നയിക്കാൻ ഒരാൾ. ഉദാഹരണം പറയാം, നേതാവാണോ AK ആൻ്റണി? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി ഇന്നത് ചെയ്യണം, മുന്നണി ഇന്നത് ചെയ്യണം, ജനങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും AK ആൻ്റണി പറഞ്ഞിട്ടുണ്ടോ? അത് എവിടുത്തെ നേതാവാണ്? ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആൻ്റണി മത്സരിക്കുകയാണ്. അത് അവിടെ പോയി പ്രസംഗിക്കണ്ടേ? അനിൽ ആൻ്റണിക്ക് അദ്ദേഹം വെയിൽ ആലോചിച്ചിട്ട്
ഇതാണ് ഇപ്പോൾ ത്യാഗം തോർന്ന് അടിച്ചു. ഇപ്പം നമ്മുടെ ഇവിടുത്തെ വലിയ ഗാന്ധിയനാണ് ആര്? ആൻ്റണി. കള്ളു കുടിക്കൂല, പുക വലിക്കൂല, അഴിമതി കാണിക്കൂല, ഇറച്ചി മീനും കഴിക്കൂല, ഒക്കെ ശരിയാ, ഇതൊക്കെ കറക്റ്റാണ്. ആൻ്റണി 28 കൊല്ലം രാജ്യസഭയിൽ മെമ്പറായിരുന്ന ആളാണ് കോൺഗ്രസിൻ്റെ വകയിൽ. കോൺഗ്രസിന് കിട്ടാവുന്ന എല്ലാ അദ്ദേഹത്തിന് കിട്ടി അല്ലേ? പ്രധാനമന്ത്രിയായില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ കോൺഗ്രസിന് വേണ്ടി എന്ത് ത്യാഗം അദ്ദേഹം ചെയ്യുന്നത്? അതേ രംഗത്തിറങ്ങണ്ടേ. മകൻ അനിൽ ആൻ്റണി അവിടെ ചേർന്നു മത്സരിച്ചു. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറയട്ടെ ധൈര്യമായിട്ട് AK ആൻ്റണി അവിടെ ചെന്ന് പ്രസംഗിച്ചേക്കാം. വേറെ ഇപ്പം 20 മണ്ഡലമുണ്ട്. 20 മണ്ഡലത്തിൽ അദ്ദേഹം പോണ്ട, ഒരു മണ്ഡലത്തിൽ പോയാൽ മതി. ആ മണ്ഡലത്തിൽ അദ്ദേഹം പോയാൽ അതിൻ്റെ എഫക്റ്റ് ഈ 20 മണ്ഡലത്തിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് അറിയില്ല. കാരണം അദ്ദേഹം വരുന്ന നേതാവല്ല. അതാണ് പറഞ്ഞു. ഈ രാഹുലിന് പകരം പ്രിയങ്ക എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടെ എങ്ങനെയാണ്? അപ്പോൾ നമുക്കത് തെളിവുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം കാണാൻ ഭംഗിയുണ്ടാവും എന്നുള്ളത് നേതാവിൻ്റെ ഒരു യോഗ്യതയാണ്. ഗാന്ധി കാണാൻ ഭംഗിയുണ്ടോ? അല്ലെ കെ കാമരാജ്, അല്ലെ EMS തമ്പുരാപ്പാട്, ഇന്ദിരാഗാന്ധിക്കുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സുന്ദരിയായിട്ട് 77 ഞാൻ കണ്ടത്. അന്ന് പോലും അവർ വളരെ സുന്ദരിയായിരുന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് അതുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഒരു ഛായ, അവരുടെ ചില സൈഡ് പ്രൊഫൈലൊക്കെ ഉണ്ട്. മൂക്ക് അതേമാതിരിയാണ്, ബോബിയുടെ മുടി അതേമാതിരിയാണ്. അവരുടെ ഗുണം ഉണ്ടാവില്ല. അല്ല, ഇത് ത്യാഗത്തിൻ്റെതാണ് ഈ മഹിമ എന്ന് പറഞ്ഞത്. അസൗകര്യങ്ങൾ ഏറ്റുവാങ്ങാൻ, പട്ടിണി കിടക്കാൻ, നടന്നു പോവാൻ, തല്ലുകൊള്ളാൻ, ജയിലിൽ കിടക്കാൻ ഇവരാര് തയ്യാറുണ്ട്? ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നിർജീവിതയ്ക്കുള്ള ഒരു ഉദാഹരണമാണ് AK ആൻ്റണി. ഗ്രൂപ്പ് ഓഫ് പണിയല്ലേ അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തെ ആരും വിമർശിക്കൂല. എന്താ ആദർശത്തിന് ആൾരൂപമാണോ? AK മകൾ മാത്രമല്ല, ഇപ്പോൾ കരുണാകരൻ്റെ മകളും BJP. അതെ, അല്ല, അവരൊന്നും ആരും അല്ല. അനിൽ ആൻ്റണിക്ക് അത്രയും സ്ഥാനം കിട്ടിയതന്നെ ഇദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടാണ്. ഇപ്പം മറ്റൊരു കൊണ്ടടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടാണ്. പത്മജ വേണുഗോപാൽ ഒരു വട്ടം ലോക്സഭയിൽ മുകുന്ദപുരത്ത്, പിന്നെ തൃശ്ശൂർ നിയമസഭയിൽ 2 വട്ടം തോറ്റു. അപ്പോൾ അവർ പോയ വകയിൽ ഒരാൾ പോയോ? അനിൽ ആൻ്റണിക്ക് സിന്ദാബാദ് വിളിച്ചിട്ട് 10 കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ കൂടെ പോയോ? ഇല്ലല്ലോ. പത്മജ വേണുഗോപാൽ സിന്ദാബാദ് വിളിച്ച് 10 കോൺഗ്രസ്സുകാർ പോയോ? ഇല്ലല്ലോ. അവരൊക്കെ ഒറ്റക്കുള്ള ആൾക്കാരാണ്. അവർക്ക് ആകെയുള്ള മെലുവിലാസം ആൻ്റണിയുടെ മകനാണ്. അത് ആൻ്റണിയുടെ മകനാന്ന് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കാൻ ഈ AK ആൻ്റണിക്ക് അറിയാം. അദ്ദേഹം പത്തനംതിട്ട ചെന്ന് 2-3 മീറ്റിങ്ങിൽ പ്രസംഗിച്ച് വീട്ടിൽ പോയി കിടക്കട്ടെ. നീ ഇവിടുത്തെ നേതാവാണ് അദ്ദേഹം. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർക്ക് സംസാരിക്കാനല്ലെന്ന് കെ സുധാകരൻ എന്താ പറയുന്നത്? എനിക്ക് വേണമെങ്കിൽ ഞാൻ BJP പോകും പറയാൻ പാടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആ പ്രകോപനത്തിൽ ഞാൻ BJPയിലേക്ക് പോവുകയില്ല എന്ന് മാത്രമേ പറയാവൂ. അതെന്താ പറഞ്ഞത്? എനിക്ക് വേണമെങ്കിൽ ഞാൻ BJP പോകും, അത് ഇവരെ സമ്മതം വേണ്ട. സംശയത്തിന് നിഴലാണ് കോൺഗ്രസ്. അത് KPCC പ്രസിഡന്റാണ് കെ സുധാകരൻ. അതേ കണ്ണൂരിലെ MP ആണ്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയാം എനിക്ക് വേണമെങ്കിൽ ഞാൻ പോകും. എവിടുത്തെ വർത്തമാനം? ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പം ജനങ്ങളെ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം നേടണം. ജനങ്ങളുടെ വിശ്വാസം നേടുന്ന വർത്തമാനം പറയേണ്ടവരാരെങ്കിലും എനിക്കറിഞ്ഞൂടാ. പിന്നെ അതുപോലെ 2ാം UPA സർക്കാർ വന്നപ്പോഴേക്കും കുറേ അഴിമതി ആരോപണങ്ങളും ഈ അണ്ണാ ഹസേരയുടെ സമരം കൊണ്ടൊക്കെ കോൺഗ്രസ്സുകാർ അഴിമതിക്കാരാണെന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കി തീർക്കാൻ BJPക്ക് പറ്റിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ അഴിമതി ചെയ്ത അനവധി ആളുകളുണ്ട്, പണ്ടേ ഉണ്ട്. നെഹ്റു മിനിസ്ട്രിയിൽ നിന്ന് TT കൃഷ്ണമാചാരി രാജിവെച്ചു പോകുന്നത് അതുകൊണ്ടാണ്. നെഹ്റു മിനിസ്ട്രിയിൽ TT കൃഷ്ണമാചാരി ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഴിമതി പുറത്തുണ്ടെന്ന് ആരാന്നറിയോ? ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയാണ്. അദ്ദേഹം വന്ന് റായ്ബറേലിയിൽ MP-യാണ്. കോൺഗ്രസിൻ്റെ MP-യാണ്, കോൺഗ്രസിൻ്റെ മിനിസ്ട്രിയാണ്. അതാണ് അത് പഴയ കോൺഗ്രസ്. അതാ പഴയ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം പാർട്ടിയിലെ കൊള്ളരുതായ്മ എടുത്തു പറയാൻ ആ പാർട്ടിക്കാർക്ക് ധൈര്യമുണ്ട്. ഇന്നങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ കോഴിക്കോട്ട് കോൺഗ്രസ്സുകാരെ ഏറ്റവും അധികം വിമർശിക്കുന്നവരാ മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. അനവധി കാര്യങ്ങളുണ്ട്, ഞാൻ ഇപ്പോൾ നേരമല്ല ഒന്ന് പറയാൻ. അപ്പോൾ സ്വന്തം പാർട്ടിയെ വിമർശിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഒരു പാർട്ടിയിലുമില്ല. അത് അച്ചടക്കൽ എങ്ങനെയാണെന്നാ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ പൂർണ്ണമായ ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗമോ പ്രവർത്തനമോ ഒന്നും ഞാൻ കേട്ടിട്ടുമില്ല. രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധി മെച്ചപ്പെടുന്നുണ്ട്. ആ മെച്ചപ്പെട്ട ഇപ്പോഴുള്ള അവസ്ഥയിൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തം സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വേരോട്ടം ഉണ്ടായിരുന്ന ഇടങ്ങളാണ് ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെടും. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ കോൺഗ്രസിനെ മറികടന്നു.
നേരത്തെ തമിഴ്നാട്ടിലുണ്ടായിരുന്നത് അവിടെ പൂർണ്ണമായും DMKയും ADMKയും ആധിപത്യത്തിലായി. പഞ്ചാബ് നഷ്ടപ്പെട്ടു, മഹാരാഷ്ട്ര നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയൊരു തിരിച്ചുവരവ് കോൺഗ്രസ്സിന് ഉണ്ടാവണമെങ്കിൽ ഈ പ്രാദേശിക തലത്തിൽ ശക്തിപ്പെടാണ്ട് പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഇവിടെ പ്രാദേശിക പാർട്ടികൾ, സാമുദായിക പാർട്ടികൾ, ജാതി പാർട്ടികൾ ഒക്കെ രംഗം കയ്യേറി. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താനുള്ളൊരു സാധ്യത എത്ര ശതമാനം ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാഷ് കരുതുന്നത്? എനിക്കങ്ങനെ പ്രവചിക്കാൻ അറിഞ്ഞൂടാ. എൻ്റെ പ്രതീക്ഷ ഞാൻ പറയാം. 77 ഇലക്ഷൻ നടക്കുമ്പോൾ ഞാനിന്ന് പത്രപ്രവർത്തകനാണ്. ഞങ്ങൾ കൂട്ടത്തിൽ ഒരു പത്രപ്രവർത്തകനും ഇന്ദിരാഗാന്ധി തോൽക്കുമെന്ന് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇന്ദിരാഗാന്ധി തോറ്റു. റായ്ബറേലിയിൽ തോറ്റു. ആരാ ജയിക്കുന്നത്? രാജ്നാരായണൻ എന്ന് പറയുന്ന ഏതാണ്ട് കോമാളി രൂപമുള്ള ഒരു നേതാവ് ജയിക്കുന്നത്. അതെ, ഇവരൊക്കെ തോറ്റു. അങ്ങനെയുണ്ട് ജനങ്ങൾക്കൊരു 2004 അതേ ഒരു ഉദാഹരണമുണ്ട്. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പൊട്ടി തകർന്നു പോയി. അങ്ങനെയാണല്ലോ മൻമോഹൻ സിംഗ് വരുന്നത്. അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ജനങ്ങൾക്കൊരു 7ാം ഇന്ദ്രിയം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. നമുക്ക് കാഴ്ച, കേൾവി, സ്പർശം എന്നൊക്കെ പറഞ്ഞിട്ട് 6ാം ഇന്ദ്രിയമാണ് മനസ്സ്. ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എല്ലാത്തിലും ഒരു 7ാം ഇന്ദ്രിയമുണ്ട്. ആ 7ാം ഇന്ദ്രിയം പ്രവർത്തിക്കും. അങ്ങനെ ഇവർ ഈ ക്ഷേത്ര രാഷ്ട്രീയവും പശുരാഷ്ട്രീയവും കൊണ്ട് നടക്കുന്ന ആളുകൾ തകരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്താ തകരും ഞാൻ പറയാൻ കാരണം, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ 400+ എന്ന് പറയുന്ന മോദിയുടെ ഇപ്പോഴത്തെ മുദ്രാവാക്യത്തെ എങ്ങനെയാണ്? 400+ എന്നുള്ള മോദിയുടെ മുദ്രാവാക്യം അദ്ദേഹത്തിൻ്റെ മോഹമല്ലേ? 543 സീറ്റുണ്ട് ലോക്സഭയിൽ. അതിലിപ്പോൾ 400 കിട്ടുക എന്ന് പറഞ്ഞാൽ, അല്ല അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് നെഹ്റുവിൻ്റെ കാലത്തോ, അല്ല ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ട്. അല്ല അങ്ങനെ എനിക്കതിൽ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആളുകളെ പ്രചോദിപ്പിക്കാവുന്ന ഒരു നേതാവേ അല്ല നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് എന്താണ് ഇത്ര വലിയ, ഇപ്പോൾ ഒരിക്കൽ US, അമേരിക്ക അല്ലെ ബ്രിട്ടനൊക്കെ വിസ നിഷേധിച്ച ആളാണ്. ഇപ്പോൾ ചുവന്ന പരവതാനി വിരിച്ചിട്ട് അവരൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. എന്താ കാരണം വെച്ചാൽ 142 കോടി ജനങ്ങളുടെ ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണിത്. അതിൻ്റെ മാനേജറാണ് മോദി. അത്രേ ഉള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ BJPയുടെ ഒരു ആത്മവിശ്വാസത്തെ എങ്ങനെയാണ് കാണുന്നത്? അവർ ഉത്തരേന്ത്യ മുഴുവൻ പിടിച്ചടക്കി, ഇനി ഞങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്. ഇതിപ്പോൾ മോദി ചിലപ്പോൾ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്ന് പറയുന്നു. ഒരു പക്ഷേ 130 സീറ്റുള്ള ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾ പകുതി സീറ്റും പിടിക്കുന്ന BJP പറയുന്നു. കേരളത്തിൽ തന്നെ 5 തവണ നരേന്ദ്രമോദി വരുന്നു, തമിഴ്നാട്ടിൽ പലതവണ പോകുന്നു. ഈ ഒരു ആത്മവിശ്വാസത്തെ എങ്ങനെയാണ് കാണുന്നത്? ശരി, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ധനാധിപത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ധനാധിപത്യം. ഞാൻ നല്ല ഉദാഹരണം പറയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞു 30 സീറ്റ് കിട്ടിയാൽ കേരളം ഞങ്ങൾ ഭരിക്കും. 140 മെമ്പർമാരുള്ള സഭയാണ് കേരള നിയമസഭ. 30 സീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായി? 71 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഞങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നതാണ്. അപ്പോൾ വിലയ്ക്ക് വാങ്ങാവുന്ന, ഇപ്പോൾ എങ്ങനെയാണ് കർണാടകയിൽ BJP അദ്ദേഹത്തിൽ വന്നത്? ഓപ്പറേഷൻ ലോട്ടസ്. ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ചാക്കിട്ട് പിടിക്കുക, പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ. അപ്പോൾ പൈസ ഉണ്ട്. എങ്ങനെ പൈസ ഉണ്ടാകുന്നത്? ഈ അദാനി, അംബാനി, ടാറ്റ, ബിർള തുടങ്ങിയുള്ള എല്ലാ കുത്തകക്കാർക്കും എന്താണോ വേണ്ടത് അത് ചെയ്തു. അവരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതിനൊരു പേരും ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് ഒരുപടി. നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ പോകുന്നില്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ള പ്രതീക്ഷയെ വേണ്ട, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അടിസ്ഥാന ആശയത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന കക്ഷി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷി CPM എന്നൊക്കെ തോന്നുന്നത് നമ്മൾ കേരളീയരായതുകൊണ്ടാണ്. വേറെ എവിടെ ഈ സാധനം ഇല്ല. അവർക്ക് 3 മെമ്പർമാരാണ് ലോക്സഭയിലുള്ളത്. അത് ഒരാൾ കേരളത്തിൽ നിന്നാണ്, ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ്. വേറെ 2 ആൾ തമിഴ്നാട്ടിൽ നിന്നാണ്. ആ 2 ആളും കോൺഗ്രസിനും കൂടി വോട്ട് മേടിച്ച് ജയിച്ചതാണ്. അവരുടെ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിന് 3 മെമ്പർമാരാ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു മലബാർ പാർട്ടിയാണ്, കേരള പാർട്ടിയും കൂടിയല്ല. ഈ മലബാർ പാർട്ടിക്കുള്ള അവർക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു MP ഉണ്ട്, ഇവിടുന്ന് 2 MP മാരുണ്ട്. അതവിടെ ഉണ്ടാവും. അപ്പോൾ CPM എന്ന് പറയുന്നത് അത്ര ചുരുങ്ങി
ഇനിയിപ്പം നമ്മുടെ AK ബാലൻ പറയും പോലെ ഈനാമ്പേച്ചി മരപ്പട്ടി ചിഹ്നം കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ചിഹ്നമാവുന്നു. ഭയങ്കര വർത്താനം അത് ബാലൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ CPM-ൻ്റെ മുമ്പിൽ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ, അത് കേരളത്തിൽ ഭരണം നിലനിർത്താനാണ്. വേറെ ഒരു പ്രശ്നവും വാസുവിൽ അവർക്കില്ല. ആ ഭരണം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ കോൺഗ്രസിനെ, കേരളത്തിന് പുറത്ത് കോൺഗ്രസിനോട് ഒരു അയത്തുമില്ലല്ലോ. ഉണ്ടോ? ബംഗാളിലുണ്ടോ? ത്രിപുരയിലുണ്ടോ? തമിഴ്നാട്ടിലുണ്ടോ? UP-യിലുണ്ടോ? അവിടെ ഇതുവരില്ല. ഡൽഹിയിൽ അവിടെ ഇവിടെയും 10 ആളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു MLA-യോ ഒരു MP-യോ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെ ഒരു കോർപ്പറേഷൻ മേയറോ ഒന്നും ഇല്ലാത്ത പാർട്ടിയായി പറയുന്നത്. അപ്പോൾ അവർക്ക് ഇന്ത്യ എന്താവും എന്നുള്ളതിനെ പറ്റി യാതൊരു കൺസേണും ഇല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പറ്റി ഞാൻ പറഞ്ഞു, കേരളത്തെ പറ്റിയല്ല. അവർക്ക് കേരളത്തിലെ ഭരണം നിലനിർത്തിയാൽ മാത്രം മതി. അതിനെന്താണോ വേണ്ടത് അതാ ചെയ്യുന്നത്. പക്ഷേ CPM പറയുന്നത് അവരാണ് BJP-യെ നേരിടുന്നത്. ഫാസിസത്തെ നേരിടാൻ CPM-നെ സാധിക്കൂ. ഇപ്പോൾ പൗരത്വ വിഷയത്തിലൊക്കെ വലിയ സെമിനാറുകളും വലിയ യോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. ഞാൻ ചോദിക്കുന്നത്, ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ട് എടുത്ത കേസ് പിൻവലിച്ചിട്ടില്ലല്ലോ. ഏതോ 10 പിൻവലിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7000-ത്തിലധികം കേസുകളുണ്ട് അല്ലേ? അതാലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ കർഷകരുടെ സമരമല്ലേ, ഇവിടെ ആർക്കും വല്ല പ്രശ്നമുണ്ടോ? ഹരിയാന, പഞ്ചാബ്, ഡൽഹി ഭാഗത്തെ കർഷകർ ഇപ്പോൾ ഇവിടെ 2021 ഇവരുടെ കർഷക നിയമമല്ലേ, വലിയ അന്യായമല്ലേ? അപ്പോൾ കർഷകരെ സംരക്ഷിക്കുന്ന പണി ഇപ്പോൾ CPM-നുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ ചെയ്യുന്ന ആരാ? കർഷകരാണ്. വയനാട്ടിൽ 2500 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. 2500. അത് പിണറായിയുടെ കാലത്ത് മാത്രമല്ല, മൊത്തമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ വേണ്ടാത്തൊരു കഥാപാത്രത്തിൻ്റെ പേര് കർഷകനാണ്. ഈ പൗരത്വ വിഷയത്തിൽ ഇപ്പോൾ CPM കാണിക്കുന്ന സമരങ്ങളൊക്കെ അതൊരുതരം ആത്മാർത്ഥയില്ലാത്ത അല്ലെങ്കിൽ കേരളത്തിൽ അധികാരം നിലനിർത്താനുള്ളൊരു കസർത്തായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രം ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കേസ് പിൻവലിക്കുക. അത് മോദിയോട് ചോദിക്കണ്ടല്ലോ, അത് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. ഇത് പൗരത്വ നിയമം. ഒന്നാമത് പൗരത്വം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകുപ്പാണ്. ആരാണ് പൗരൻ തീരുമാനിക്കുന്ന? ആരാ? പാർലമെൻറ്റാണ്. ഇന്ത്യൻ പാർലമെൻറ്റാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാൻ പിണറായിക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. അത് പാസ്പോർട്ട് ഓഫീസറാണ്, അത് കേന്ദ്ര ഗവൺമെൻറ് വകുപ്പാണ്. ഞാനിത് ചോദിക്കാനുള്ള കാരണം, മലബാറിൽ UDF-ൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു കുത്തക വോട്ടായിരുന്നു ഇവിടുത്തെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലീഗിനൊപ്പം നിൽക്കുന്നു. ആ വോട്ട് ബാങ്കിൽ ഒരു വിള്ളലുണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആയിരിക്കുമോ, അല്ലെങ്കിൽ അത് മാത്രമാണോ ഈ CPM-ൻ്റെ? അതുണ്ട്. അതായത് CPM എപ്പോഴും CPM-ന് വളരെ ഒരു 10-40 കൊല്ലം മുമ്പ് CPM-ൻ്റെ മുന്നണിയിലേക്ക് ലീഗിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആര്? MV രാഘവൻ. ചെയ്തിട്ടില്ല. ആ ബദൽ രേഖ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കി. വേറെ പല കാരണം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ലീഗ് വലിയ സൗകര്യമാണ്. എന്താ, സാധാരണ ഇതിലൊരു 15 MLA 2 MP അത് അച്ചട്ടാണ്. അപ്പോൾ അവരെങ്ങോട്ട് കൊണ്ടുവരണം. അത് കിട്ടാത്തപ്പോൾ എന്ത് ചെയ്യും? ലീഗ് അല്ലാത്ത എല്ലാ മുസ്ലിങ്ങളുടെയും വോട്ട് കൺസോൾഡേറ്റ് ചെയ്യുക, അത് സമാഹരിക്കുക. ഉദാഹരണം, ഇപ്പോൾ AP സുന്നി അവർ ലീഗ് വിരുദ്ധന്മാരാണ്. ജമാഅത്തെ ഇസ്ലാമി ലീഗ് വിരുദ്ധന്മാരാണ്. പോപ്പുലർ ഫ്രണ്ട് ലീഗ് വിരുദ്ധന്മാരാണ്. SDPI ലീഗ് വിരുദ്ധന്മാരാണ്. PDP ലീഗ് വിരുദ്ധന്മാരാണ്. അബ്ദുൽ നാസർ മദനി PDP-യുടെ നേതാവാണ്. അപ്പോൾ ഈ മുസ്ലിം ലീഗ് അല്ലാത്ത എല്ലാ മുസ്ലിങ്ങളുടെയും വോട്ട് ആർക്ക് വേണം? LDF-ന് വേണം, CPM-ന് വേണം. ഇപ്പം മുസ്ലിം ലീഗിന് വേണം. അതെ, വേണം. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തവണ കേരളത്തിലെ ജനങ്ങൾ വളരെ ശരിയായ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് 19 സീറ്റ് UDF-ന് കിട്ടിയത്. കാരണം കോൺഗ്രസ്സാണ് അധികാരത്തിലെത്തേണ്ടത്, രാഹുൽ ഗാന്ധിക്ക് പരമാവധി പിന്തുണ എന്നുള്ളതാണ്. അതിനെ പൊളിക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം. കാരണം അവർ പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് മാത്രമേ BJP-യെ നേരിടാൻ പറ്റൂ. അവരെന്ത് ചെയ്യാനാണത്? ഇവിടെ പ്രസംഗിക്കാം. ഇവിടെ ഇപ്പോൾ 20 സീറ്റും കിട്ടിയെന്ന് വിചാരിച്ചു ആർക്ക്? LDF-ന്. ഈ 20 ആൾ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അല്ല, അവർ ഉദാഹരണമായിട്ട് പറയും, ഒന്നാം UPA സർക്കാർ ഉണ്ടായപ്പോൾ ആ സർക്കാരിനെ ശരിയായ രീതിയിൽ നയിക്കാൻ അന്ന് ഉണ്ടായിരുന്ന 43 CPM ആൾക്കാർക്ക് പറ്റി. അല്ലെങ്കിൽ അന്ന് ടോട്ടൽ 59ഓളം ഇടതുപക്ഷ MP-മാരുണ്ടായി, അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലൊരു തിരുത്തൽ ശക്തിയാണ്. അങ്ങനെ ഇടതുപക്ഷ MP-മാരുടെ ഒരു സാന്നിധ്യം വരാൻ പോണ ലോക്സഭയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ ഒരു യുക്തിയില്ല. ബംഗാളിൽ നിന്ന് ഒരു ഇടതുപക്ഷക്കാരൻ വരില്ല,
ത്രിപുരയിൽ നിന്ന് വരില്ല. എവിടുന്നാ വരണേ? ഡൽഹിയിൽ നിന്ന് വരും, യു പിയിൽ നിന്ന് വരും, മഹാരാഷ്ട്രയിൽ നിന്ന് വരും. എവിടുന്നാ വരിക? ഈ 20 പ്രതീക്ഷയുള്ള 20 തന്നെയുള്ളൂ. കേരളം മാത്രമേ പ്രതീക്ഷയുള്ളൂ. കേരളത്തിലിപ്പോൾ 20 കിട്ടിയത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ കോൺഗ്രസ്സിന് മാത്രമാണ്, UDF-നാണ്. ഇവർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. എന്താണ് BJP പറയുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതം. അതെ. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എത്ര CPM-മാർ പോയാലും അവർക്കൊന്നുമില്ല. കാരണം കോൺഗ്രസ് അല്ലല്ലോ. കോൺഗ്രസിൻ്റെ സ്പേസിലേക്കാണ് കേരളത്തിൽ അവർ വളരാൻ ആഗ്രഹിക്കുന്നത്. അതാണ്. അതിൽ 2 കാര്യമുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെ ഇങ്ങോട്ട് വരും. കോൺഗ്രസ് അല്ലാത്ത ആളുകൾ ഇങ്ങോട്ട് വരുന്നതല്ല, കോൺഗ്രസ്സുകാർ തന്നെ വരും. എല്ലാവരും എന്നല്ല പറഞ്ഞു ഞാൻ. അപ്പം അതിൻ്റെ ഉദാഹരണമാണ് അനിൽ ആൻ്റണി, പത്മജ വേണുഗോപാൽ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഇത്തവണ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ ലീഗ് തന്നെ CPM-ലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതോടുകൂടി കോൺഗ്രസിൻ്റെ, അതായത് ഈ നിയമസഭാ ഇലക്ഷൻ, ഈ ലോക്സഭാ ഇലക്ഷനിൽ LDF-ന് മേൽക്കൈ കിട്ടുകയും UDF-ന് ദുർബലമാവുകയും ചെയ്താൽ കോൺഗ്രസിൻ്റെ കൂടെ വന്നിട്ട് ഒരു കാര്യവും ലീഗിനില്ല. ലീഗിന് വലിയ സൗകര്യമായിരുന്നു. അപ്പോൾ അവർക്ക് സൗകര്യമായിട്ട് സ്വസ്ഥമായിട്ട് ഒരു തണലിരിക്കുകയായിരുന്നു ലീഗ്. അതാണ് ഇപ്പോൾ തകരാറായത്. ഇപ്പോൾ 2 വട്ടം നഷ്ടപ്പെട്ടു ഭരണം. അവർക്കൊരു പ്രത്യയശാസ്ത്രമില്ല. പ്രത്യയശാസ്ത്രം എന്താണ്? ഭരണം എന്ന് മാത്രം. അവരുടെ പഴയ നേതാവ് മുഹമ്മദ് അലി ജിന്ന ഒരിക്കൽ പറഞ്ഞ ഞാനിപ്പോൾ ഓർമ്മിക്കാം. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാരമാണ്. പൊളിറ്റിക്സ് മീൻസ് പവർ, അല്ല പൊളിറ്റിക്സ് മീൻസ് സർവീസ് എന്ന് അദ്ദേഹം പറയില്ല. ജനസേവനം എന്താ? അധികാരം. തല്ലുകൊള്ളി ജയിലിൽ പോയി ചെയ്ത ആളല്ലല്ലോ ജിന്ന. അധികാരം ഉണ്ടെങ്കിലേ സമുദായത്തെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ള വിലാസം. അല്ല, അതാണ് ഈ രക്ഷപ്പെടുത്തിയല്ലോ. ഇപ്പോൾ ജിന്നെ രക്ഷപ്പെടുത്തിയിട്ടാണല്ലോ ഇന്ത്യ വിഭജിച്ച്. ജിന്നയ്ക്ക് മാത്രമല്ല ഉത്തരവാദിത്തം, ജിന്നയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ കഴിഞ്ഞ തവണ 2019 കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് കരുതിയിട്ടാണ്. ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ അതേ പ്രതീക്ഷയോടുകൂടി വോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണോ? എന്താണ് മാഷ് ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് അവസാനമായിട്ട് പറയാനുള്ളത്? വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളോട് എൻ്റെ അപേക്ഷ, നിങ്ങൾ ഏത് പാർട്ടിയോ ആവട്ടെ, നരേന്ദ്രമോദി തിരിച്ചു വരാതിരിക്കാൻ എന്താണ് വേണ്ടത് നിങ്ങൾ വയ്ക്കുക, അത് ചെയ്യണം. മോദിയോട് ഒരു വ്യക്തിരോധമായിട്ടല്ല. നരേന്ദ്രമോദി തിരിച്ചു വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള അഖണ്ഡത, ഇപ്പോഴുള്ള സമുദായ മൈത്രി, ഇപ്പോഴുള്ള മതേതര സ്വഭാവം, ഇപ്പോഴുള്ള അതിൻ്റെ സോവറിൻ. അല്ല, ഈ നരേന്ദ്രമോദി തിരിച്ചു വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന കാര്യത്തിലാണ് കേരളത്തിലെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ളത്. കോൺഗ്രസ് വേണോ CPM വേണോ? അല്ല, അത് ഇവരുണ്ടാക്കാൻ പാടില്ല. അതിപ്പോൾ നമ്മൾ നരേന്ദ്രമോദി തിരിച്ചു വരാതിരിക്കാൻ പിണറായി വിജയനെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത്, കെ സുധാകരനെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത്, കുഞ്ഞാലിക്കുട്ടിയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ വലിയ പ്രശ്നമാണ്. ഇപ്പം ഇതിപ്പോൾ നമ്മളിരിക്കുന്നത് വയനാട് മണ്ഡല. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ആനിരാജയ്ക്ക് വോട്ട് ചെയ്യണോ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണോ? അതെ, ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട് മലയാളികൾക്ക്. കൺഫ്യൂഷൻ ഉണ്ട്. അല്ല, കേരളത്തിലെ ആളുകൾക്ക് അസന്നിഗ്ധമായി കോൺഗ്രസ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ UDF എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്ക് ബദലാവാൻ ഗുണം ചെയ്യുന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? ഗുണം ചെയ്തേക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട്, എനിക്കറിഞ്ഞൂടാ, ഒരുപാട് സ്ഥലത്തൊന്നും LDF ജയിക്കുന്ന ഞാൻ തൽക്കാലം വിചാരിക്കുന്നില്ല ഇപ്പോഴുള്ള അവസ്ഥയിൽ. കാരണം 2 കാര്യമുണ്ട്. രണ്ടാം പിണറായി ഗവൺമെൻറ്റിനോട് ഭയങ്കരമായ എതിർപ്പും മടുപ്പും വിരോധവും പൊതുവെ ജനങ്ങളുടെ അടുത്തുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. അവരുടെ ധൂർത്തിൻ്റെ കാര്യമാണെങ്കിലും, അവരുടെ പെരുമാറ്റത്തിൻ്റെ കാര്യമാണെങ്കിലും, ഇപ്പോൾ പെൻഷൻ വൈകുന്ന കാര്യമാണെങ്കിലും, KSRTCക്ക് ശമ്പളം കിട്ടാത്ത കാര്യമാണെങ്കിലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അവർ കാണിക്കുന്ന ധിക്കാരം, ഒരു എതിർപ്പ്, പിന്നെ ഒന്നും പറയണ്ട. ഇപ്പോൾ നമ്മളിനി വിസ്തരിച്ച് നേരം കളയണ്ടല്ലോ. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്പർ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും വളരെയൊന്നും 20 സീറ്റിൽ UDF-ന് വളരെയൊന്നും നഷ്ടം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതെങ്കിലും 3-4 സീറ്റ് പോയേക്കാം. BJP അക്കൗണ്ട് തുറക്കില്ല നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അല്ലേ? BJP അക്കൗണ്ട് തുറക്കില്ല എന്നാണ് എൻ്റെ വിചാരം. തിരുവനന്തപുരത്താണെങ്കിൽ ശശി തരൂർ ജയിക്കും, തൃശ്ശൂരിലാണെങ്കിൽ K മുരളീധരൻ ജയിക്കും, അല്ലെങ്കിൽ സുനിൽകുമാർ ജയിക്കും. വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നു, ഒരു സംവാദമായിരുന്നു, അല്ലെങ്കിൽ വർത്തമാനമായിരുന്നു. ഏതായാലും നരേന്ദ്രമോദിക്ക് ബദലാവുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം എന്ന് മാഷ് പറയുന്നു. കോൺഗ്രസ് തിരിച്ചു വരാൻ, കോൺഗ്രസ് ആദ്യം അകം ശുദ്ധീകരിക്കണമെന്നുള്ള വലിയൊരു സന്ദേശവും കൂടി അദ്ദേഹം പങ്കുവച്ചു. വളരെ നന്ദി മാഷേ.